മലപ്പുറം, നിലമ്പൂർ, പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പടർന്നു പിടിക്കുന്നത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 152 പേർക്കാണ് ആകെ രോഗം റിപ്പോർട്ട് ചെയ്തത്. 2 പേർ മരിച്ചു. കിണറുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികൾ തുടരുകയാണ്. വിവരങ്ങൾ നൽകുവാനായി മലപ്പുറത്ത് നിന്നും സാജിദ് അജ്മൽ ചേരുകയാണ്. സാജിദ്, ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വളരെ അപകടകരമായി തന്നെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പിത്തം എത്ര പേർക്കാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത്? എന്താണ് ഈ പ്രദേശത്ത് മഞ്ഞപ്പിത്തം പടരുവാനുള്ള ഒരു സാഹചര്യം? വൈറൽ ഹെപ്പറ്റൈറ്റിസ് പോത്തുകൽ അതുപോലെ തന്നെ എടക്കര പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് പടർന്ന് പിടിക്കുന്നത്. ഇതിന് ഈ പ്രധാനപ്പെട്ട കാരണം ഈ വെള്ളത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അവിടെ 6 കിണറുകളിലെ വെള്ളം പരിശോധിച്ചു. ഇത് 3 എണ്ണം ഒട്ടും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആകെ 152 പേർക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 38 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രധാനമായും ഈ രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നത്. 2 പേരാണ് ഈ രോഗം പിടിപെട്ട് മരിച്ചത്. 60 വയസ്സുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ 47 വയസ്സുള്ള മറ്റൊരു വ്യക്തിയുമാണ് മരിച്ചത്. ഇതിൽ ഈ ജലജന്യ രോഗം എന്നുള്ള നിലയ്ക്ക് ഈ കിണറുകൾ ശുദ്ധിയാക്കുക, അവിടെ ക്ലോറിനൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പോത്തുകൾ, എടക്കര ടൗൺ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അഴുക്കുചാൽ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പും അതത് പഞ്ചായത്തുകളും സംയുക്തമായി ചെയ്തു വരുന്നു. ഈ രോഗം നിസ്സാരമായി കാണരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. കാരണം ഈ രോഗലക്ഷണങ്ങൾ ഈ ശക്തമായ പനി, അതുപോലെ തന്നെ ഈ ഓക്കാനം, ഛർദി, ഈ രക്തത്തിലും അതുപോലെ തന്നെ മൂത്രത്തിലും കണ്ണിലുമെല്ലാം തന്നെ മഞ്ഞ കളർ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണമെന്നാണ് പറയുന്നത്. വയറിളക്കം അതീവ ശ്രദ്ധയോടുകൂടി കാണണമെന്നും നിർദ്ദേശിക്കുന്നു. കാരണം ഈ ശക്തമായ ചൂടും വേനലുമാണ്. അതുകൊണ്ട് തന്നെ വയറിളക്കം ഉണ്ടാകുന്നതോടുകൂടി ശരീരത്തിലെ ജലാംശം പോവുകയും നിർജ്ജലീകരണം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കണം. ഇത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന നിർദ്ദേശം കൂടി തരുന്നുണ്ട്. ഈ വേനലായതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഹോട്ടലുകളിലും കൂൾബാറിലും എത്തി ജ്യൂസുകളും മറ്റും കുടിക്കുന്നത് പതിവാണ്. തണുത്ത ജ്യൂസുകളും മറ്റും കുടിക്കരുത്. ഈ ചൂടാക്കി ആറിയ വെള്ളത്തിൽ ജ്യൂസ് അടിച്ച് കുടിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഒരു ജാഗ്രതയുടെ ഭാഗമായി കുറച്ച് ദിവസത്തേക്ക് പോത്തുകൽ, എടക്കര പഞ്ചായത്തുകളിലെ കൂൾബാറുകളും ഹോട്ടലുകളും അടച്ചിടാനുള്ള നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഓടകൾ വൃത്തിയാക്കുക, കിണറുകൾ വൃത്തിയാക്കുക, അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജി, ഒപ്പം തന്നെ ഈ പ്രതിരോധ മരുന്നുകൾ ഏതെങ്കിലും തരത്തിൽ നൽകിയിട്ടുണ്ടോ? ഈ ബാധിച്ചവർക്ക് ഏത് തരത്തിലുള്ള ചികിത്സകളൊക്കെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? ഈ 38 പേരാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ചില ആളുകൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് ഈ പ്രത്യേകമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രതിരോധ മരുന്നുകളും മറ്റും നൽകി വരുന്നുണ്ട്. ഈ പ്രതിരോധ മരുന്നുകൾ എന്നതിനപ്പുറം രോഗം പിടിപെടാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം വെള്ളത്തിൽ നിന്ന് ബാധിക്കുന്നു. അതോടൊപ്പം ഈ രോഗികളായ ആളുകൾ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ പനിയും ജലദോഷവുമുള്ള ആളുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് മറ്റാളുകൾക്ക് കൂടി രോഗം പടരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ രോഗം വന്ന് പനിയും മറ്റുമുള്ള ആളുകൾ പൂർണ്ണമായും വിശ്രമത്തിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ തുടരണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷേ ഓരോ ആളുകളും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.